നീ എന്നാ വരാ? മറ്റന്നാളെ വരും. വിളിച്ചത് കേട്ടാൽ ഒറ്റ പാത്തേ ഉള്ളൂ. അതാ ഈ നിക്കണ ഈ പോയി തുണ്ടിനും കൂട്ടിട്ട് പുറത്തു. ആദ്യം നമുക്ക് ഈ സിൽവർ കൊണ്ട് പണയം വെക്കല്ലേ, അത് കഴിഞ്ഞിട്ട് ഗോൾഡും കൂടി വരുമ്പോ അത് പണയം വെക്കാം. അങ്ങനെ നമ്മള് ജുബിന്റെ വീട്ടിലേക്ക് പോവാണ്. അത് ഉമ്മാക്ക് മനസ്സിലായത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒന്നും കൊണ്ടുപോകണില്ല, വെറും ഹാൻഡ് ബാഗും പിന്നെ ഈ സിൽവർ പ്ലേ ബട്ടൺ മാത്രമേ കൊണ്ടുപോകണുള്ളൂ. അത് മാത്രമേ കൊണ്ടുള്ളൂ. അപ്പൊ ഉമ്മാക്ക് മനസ്സിലായി 2 ദിവസത്തിനുള്ള പോക്കാണ്. അല്ലെങ്കിൽ ഒരാഴ്ചക്ക് എന്നൊക്കെ പറഞ്ഞാൽ പോവാ, അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ ഇങ്ങോട്ട് മടങ്ങി വരും കേട്ടോ. പപ്പ കണ്ട സ്തംഭിച്ചിരിക്കണേ ഇടയ്ക്ക് ജുബി പോണ സങ്കടത്തില്. ഇടയ്ക്ക് അഭിനയിക്കണ്ടൊക്കെ സങ്കടം. അപ്പൊ എന്നാ പോവില്ല നമുക്ക്? 5 മണി ഞങ്ങൾ പോവാണ് കേട്ടോ. മെയിനായിട്ട് ഒന്നുമില്ല, കൊറേ ദിവസം ഓളമ്മ അവളെ കാണണം എന്ന് പറയണ്. പിന്നെ പ്രഗ്നന്റ് ഒക്കെ അല്ലേ, അപ്പൊ ഓൾക്ക് ഓളമ്മനെ ഒന്നും മിസ് ചെയ്യില്ല. അതന്നെ വേണം, നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തണല്ലോ, അതിനു വേണ്ടി. അല്ലെ അപ്പൊ ജസ്റ്റ് അല്ലേ ഞങ്ങൾ പോകലുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് വ്ളോഗ് എടുത്തിട്ട് ഒരു പോക്ക്, അത്രേ ഉള്ളൂ. 2-3 മാസം കൂടുമ്പോ ഞാൻ പോയിട്ട് കണ്ടിട്ട് വരും. യെസ്, നീ എന്നാ വരാ? മറ്റന്നാളെ വരും കേട്ടോ. ഓക്കെ, അപ്പൊ പോവാം. ഓക്കെ, ഉളുപ്പില്ലല്ലോ അല്ലേ? നടക്ക്. അപ്പൊ ഗൈസ് ഞാൻ പോവുകയാണ്. ബാക്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കുറവാണ്. അപ്പൊ ഇനി നമ്മളെ സ്ഥിരം എന്താ പറയാ കുട്ടീസ് ബേക്കറിലേക്കാണ് പോണത്. എന്റെ അമ്മക്ക് മടക്ക് കൊണ്ടുവരൂലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. അതെ, മടക്ക് വേണം എന്റെ അമ്മക്ക്. അപ്പം അതിന്റെ വസികാക്ക ഭയങ്കര വെളിച്ചടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പൊ കറക്റ്റ് ആയി ആ സൂര്യന്റെ ഒരു റിഫ്ലക്ഷൻ അങ്ങനത്തെ അതെ, അതാണ് ഒരുമാതിരി വൃത്തിട്ടൊരു ഫേസ്. ഇപ്പൊ കറക്റ്റ് ആണ് കേട്ടോ. കണ്ടാ ഒന്നും കൂടി വെളുത്തു. വസികാക്ക എന്താ തിന്നണേ? വസികാക്ക ചിക്കൻ പച്ചി വാങ്ങിയിട്ടുണ്ട് ഞങ്ങളവിടെ ഒതുങ്ങലിന്. അപ്പൊ അത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തിന്നണം. അപ്പൊ എന്റെ അമ്മക്കുള്ള ഞങ്ങള് വ്ളോഗ് ചെയ്യുന്നുണ്ട്. പപ്സ് വാങ്ങിയെങ്കിൽ ഇതൊക്കെ ഫോണിന്റെ മറ്റേതൊക്കെ കാണുന്നത് എന്താ പറയാ, ഞാൻ അങ്ങനെ സ്റ്റിക്ക് പിടിക്കണത് നേലായിട്ട് കാണാം. അത്രയ്ക്കും വെയിലാണ് ഈ 5:30 ടൈമിലൊക്കെ. എവിടുന്നാണോ ഈ വെയിലൊക്കെ വരുന്നത്? പക്ഷെ കുട്ടിക്ക് വെയിൽ കൊള്ളണമെന്നുണ്ട്. ഈ സമയത്ത് ഞാൻ രാവിലത്തെ വെയിലും കാണില്ല, വൈകുന്നേരത്തെ വെയിലും ഞാൻ കാണില്ല. പക്ഷെ എല്ലാരും പറയും, പപ്പയും പറയും വെയിലത്ത് ഇറങ്ങി നിക്കണം, വെയിൽ കൊള്ളൽ ഈ സമയത്ത് അത്യാവശ്യമാണ്. രാവിലത്തെ വെയിലൊരു കണ്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അതിന് നല്ലത് വെയിൽ കൊള്ളാത്തതാ. വല്ല അടുപ്പത്തോ പോയി നിന്നുണ്ടെങ്കിൽ കൊച്ചു വൈകുന്നേരത്തെ വെയിലാണ് കൊള്ളേണ്ടത്. വൈകുന്നേരത്തെ വെയില് ഞാൻ എന്റെ വീട്ടിൽ ചെന്നാ എന്റെ പഠിച്ചോനെ എന്റെ ഉമ്മനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണേ, എന്നെ കൊണ്ട് ഉമ്മ ഇടങ്ങാറാക്കണ്ട, എല്ലാരും ഒന്ന് കാണണം. കാരണം നമ്മളെ ഉമ്മക്ക് ഭയങ്കര കെയറിങ് ആണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ഈവൻ ഇവര് ഇരിക്കുന്നത് നിൽക്കുന്നതൊക്കെ ഉമ്മ ശ്രദ്ധിക്കും. അങ്ങനെ ഇരിക്കരുത്, കാല് മടക്കരുത്, കാല് നിർത്തി വീട്ടിൽ ചെന്നാൽ അതാണ് ഞാൻ ഇരിക്കണതോ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും കിട്ടില്ല. പക്ഷെ എന്റെ ഹെയർ സ്റ്റൈൽ ഒരു പ്രോബ്ലം ആണ്. എന്താ ഇങ്ങനെ മുടി ഇട്ടിരിക്കണേ, എന്താ അങ്ങനെ മുടി ഇട്ടിരിക്കണത്, അല്ലെങ്കിൽ എന്താ പറയാ മുടി വെട്ടാനായിക്കണോ, അതൊക്കെ അമ്മയാണ് എന്നോട് പറയാം. ഇപ്പൊ ഇതാ ഞാൻ ത്രെഡൊന്നും ചെയ്തില്ല. ഇനിയിപ്പൊ അതിനൊക്കെ കേക്കും. എന്റെ മുഖം എന്താ വെച്ച് നോക്കല്ലേ, അങ്ങനെ ഞങ്ങൾക്ക് അവിടെ എന്താ പണിന്നാ ചോദിക്കാം എന്നോട്. ഞാൻ എന്നിട്ട് ബാസികാരനോട് പറയാം, ബാസികാക്ക കേറുമ്പോ ഞാൻ ത്രെഡ് ചെയ്തിട്ടേ കേറുള്ളൂ, എനിക്ക് വയ്യ ഇമ്മന്റെ വായിലുള്ള കേക്കാന്. അപ്പൊ അങ്ങനത്തെ എന്താ പറയാ ഭയങ്കര കെയറിങ് ആണ് നമ്മളെ. നല്ല കെയറിങ് ആട്ടോ, ഒരു സംഭവമാണ്. യെസ്, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് വിടും. ഓക്കെ, അപ്പൊ ഇനി ഇമ്മന്റെ കുട്ടീസ് ബേക്കറി എത്തിയിട്ടുണ്ട് ഗൈസ്. ഇമ്മ ബാസികാക്ക കുട്ടീസ് ബേക്കറി എന്നുള്ള സാധനങ്ങൾ വാങ്ങട്ടെ.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. സ്ഥിരം നമ്മളിവിടെ എന്റെ വീട്ടിൽ പോകുമ്പോ അപ്പൊ ഇനി ബസ്സിലാക്ക് ഇവിടെ ഒന്ന് കാറ് പാർക്ക് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഗൈസ് എന്റെ വീട്ടിലെത്താനായി. നിങ്ങൾ എല്ലാരും എന്റെ പെരുവയിൽ എന്ന് പറയുമ്പോ നിങ്ങൾ എന്നെ കളിയാക്കലല്ലേ. അങ്ങനെ എന്റെ പെരുവയിലെത്തി. ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നില്ല കേട്ടോ. റോഡ് കാണിക്കുന്നത് ബാസിക്കാർക്ക് തീരെ താല്പര്യമുള്ള സാധനമാണ്. താല്പര്യമില്ല എന്നിട്ട് എല്ലാരും കൂടി വീട് അന്വേഷിച്ചിട്ട് വീട്ടിലേക്ക് വരും. സെൽഫി ഒന്നും എടുക്കാൻ വയ്യ. മാത്രല്ല ഇപ്പൊ ജുബിക്ക് ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമല്ല. അപ്പൊ ഓക്ക് വേണ്ട ഫുഡൊക്കെ ആയിട്ട് നിങ്ങൾ ചിലപ്പോ വീട്ടിൽ വരാൻ തോന്നിയാലോ, അതുകൊണ്ട് ഞങ്ങൾ റോഡ് കാണിക്കണില്ല. പിന്നെ ഇനി വീട്ടിലേക്ക് പോകുമ്പോ ഇവിടെ അവിടെ ചെന്നിട്ട് എന്താ പറയാ ഇവിടെ കുക്കിംഗ് വീഡിയോ കുറെ എടുക്കണ്ടല്ലോ. അപ്പോൾ ബിരിയാണിക്കുള്ള സാധനം പക്ഷെ ബാസിക്കാക്ക് ഉണ്ടാവില്ല ഗൈസ് ക്യാമറ ഒന്ന് പിടിച്ചരാന്. ഞാനും എന്റെ ഉമ്മയും തന്നെ ഉണ്ടാവുള്ളൂ. ഇറച്ചി കേക്ക് അങ്ങനെ കൊറേ എനിക്ക് വരുന്നത്. അപ്പൊ അതിന് മുമ്പ് കുക്കിംഗ് വീഡിയോസ് കുറെ എടുക്കണം പറഞ്ഞു. നമുക്ക് എടുക്കാം. പിന്നെ അപ്പൊ നമുക്ക് കുറച്ചൊരു പർച്ചേസിംഗ് ഉണ്ട്, കുറച്ച് സാധനം വാങ്ങാനുണ്ട് കേട്ടോ. അങ്ങനെ എന്റെ പെരുവയിലെത്തി ഗൈസ്. എന്റെ പെരുവയില് ഓക്കെ. ഇവിടെ എന്റെ പെരുവയില് ടൗണിനെ ഞങ്ങൾ അപമാനിക്കരുത് ബാസിക്കാക്ക. കണ്ടോ ദൂരം വലിയ ടൗണാ. നിങ്ങൾ ഒതുക്കുങ്ങലുണ്ട് എമ്മാരി ടൗണ്. നോക്ക് ഞങ്ങൾ പെരുവയില് നോക്ക് ദന്താശുപത്രി ഉണ്ട്, പിന്നെ മടത്തിൽ ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഫാർമസി ക്ലിനിക്ക്, ക്ലിനിക്ക് ഉണ്ട്. ഹോസ്പിറ്റലൊക്കെ പുതിയത് വരാൻ വലിയ ഹെവി ഹോസ്പിറ്റലൊക്കെ അവിടെ ഒറ്റ ഷട്ടറിലുള്ള കട. അതാണ് എന്റെ ഹോസ്പിറ്റല്. അപ്പുറത്തെ വലിയൊരു ഹോസ്പിറ്റൽ കണ്ടോ. നമ്മുടെ സൗഹൃദത്തിന്റെ വലിയ ഇതാണ്. നമ്മള് പള്ളിയുണ്ട്, അപ്പുറത്തെ പള്ളിയുണ്ട്. നമുക്ക് നേരെ പോണം. ഇവിടെ മുസ്ലിം പള്ളി ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ പള്ളി. ഞങ്ങളുടെ സൗഹൃദത്തിന്റെ നാട്ടിൽ ഒതുക്കിയ ക്രിസ്ത്യൻ പള്ളി ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അത് കാണൂല ഞങ്ങളെ. പക്ഷെ അവിടെ അമ്പലം ഇത് ഞങ്ങളുടെ നാട്ടില് പാറങ്ങാടില് അമ്പലം ഉണ്ട്. അതേപോലെ തന്നെ വർത്താനം കേട്ട ഈ പാകിസ്ഥാനിലാന്നാ തോന്നുന്നു. കൂടിയാണ് പാകിസ്ഥാനിലെ സൗഹൃദം ശരിയാൻ പറയില്ല. ഇവിടെ ഓരോ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എനിക്കിന്റെ ഒരു ഓർമ്മ വെച്ച് നോക്കാണ് ബാസിക്കൊക്കെ തല്ലിക്കൊല്ലും മിക്കവാറും. സൂപ്പർ മാർക്കറ്റ് എവിടെ? കുറെ നേരം നമ്മൾ പോകുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ് എവിടെ? നോക്കട്ടെ, കുറച്ചും കൂടെ വിട്ടോ. രാത്രി കാണാൻ വീഡിയോയിൽ ഇത്ര ഭംഗിയോ? എത്ര ഗ്ലാമർ ആണെന്ന് എനിക്കല്ല. ഐഫോൺ കാണട്ടെ. ഈ ഐഫോണൊക്കെ ഐഫോണില് നൈറ്റ് മോഡിൽ ഇട്ട് നോക്കിക്കണോ? ഇത് നൈറ്റ് മോഡാണ്, അതാണ്ടായിരിക്കും ചിലപ്പോ ഇത്ര ഭംഗി. ഇത്ര ഗ്ലാമർ ഉണ്ട്. എന്റെ ബസ്സുകാരനെ കയ്യിന് ജിമ്മൊക്കെ കണ്ടോ? ഗിയറൊക്കെ നോക്കി അവിടെ കുറച്ച് ലൈറ്റ് കാണുന്നുണ്ട് ബസ്സികാക്ക. അവിടെ നോക്കട്ട. ബസ്സികാക്കൊക്കെ ചിലപ്പോ ഒരുമായി വൃത്തിട്ട സ്വഭാവമാണ്. വണ്ടി എടി നിർത്തുന്നില്ല. സൂപ്പർ മാർക്കറ്റ് അവിടെ ഉണ്ടായി നമുക്ക് ഓർമ്മയില്ല. ബസ്സികാക്ക അപ്പുറത്താന്ന് തോന്നുന്നുണ്ട് ഒരു സൂപ്പർ ചെങ്ങായിയെ. ഇങ്ങനത്തെ ഒരു അന്തകമ്പികളാ എന്റെ പെരുവയിലുള്ള ഡ്രൈവിംഗ്. സൂപ്പർ മാർക്കറ്റ് അല്ലേ? എനിക്കറിയില്ല. അത് ടോയ്സിന്റെ ആടല്ലേ? മിഡ് പോയിന്റോ? അല്ലേ ടോയ്സിന്റെ അതാ. ഞാൻ അത് ഹോട്ടലാണ്. നമ്മള് പോയി നോക്കാം. അപ്പുറത്ത് എവിടെങ്കിലും ഒക്കെ ഇല്ലാണ്ടൊന്നും ഇല്ലല്ലേ? കോഴിക്കോട്ടങ്ങാടിയിലെത്തും. ഞങ്ങളെ പെരുവയില് നല്ലൊരു സൂപ്പർ മാർക്കറ്റ്. നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് മർഹബുണ്ട്, പിന്നെ വേറെ ഏതോ ഒരു പുതിയതുണ്ട്, കൊറേ ഉണ്ട്. മാൻകോ ഉണ്ട്, കൊറേ ഉണ്ട്. ആയിക്കോട്ടെ, ഞങ്ങളുടെ നാട്ടിലുണ്ട് കൊറേ. എന്നിട്ട് എവിടെ കാണില്ലല്ലോ? പെരുവായില് അപ്പുറത്തിട്ടുള്ളൂ. പെരുവയില് അങ്ങാടിയൊക്കെ കഴിഞ്ഞത് വേറെ ഏതോ അങ്ങാടി എത്തി. അറിയുന്നവരാണെങ്കിൽ ഇവിടെ ലൈവ് ഇടാനും പറ്റുമല്ലോ. തപ്പി അങ്ങനെ ഇപ്പൊ ഗൈസ് ഇനിയിപ്പൊ ഞാൻ ബാസിക്കാരന്റെ ചീത്ത കേൾക്കുന്നില്ല. കുറച്ചു നേരത്തേക്ക് ഞാൻ ഓഫാക്കി വെക്കാണ്. തീരുമാനം ഉണ്ടായിട്ട് പോയാ മതി. ചിലപ്പോ ഇഞ്ഞും കണ്ടില്ലെങ്കിൽ എനിക്ക് പ്രഷർ ഇളക്കിയിട്ട് ഞാൻ ഫിറ്റ് ഒക്കെ ഇടും. അപ്പൊ അതൊക്കെ ലൈവ് ആയിട്ട് തന്നെ കേൾക്കാം. സത്യമായിട്ട് ടൈറ്റിലും ഇടാം. ജുബിനെ തെറി വിളിച്ചത് കേട്ടാൽ അടിപൊളി തെറി. എന്തല്ലേ ഓരോരുത്തർ അങ്ങനത്തെ കുറെ ടൈറ്റിൽ ഇത് കണ്ടാൽ നിങ്ങൾ നമ്മളിതുവരെ അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ ടൈറ്റില്. ഞാനുള്ള കാര്യം ഇടും കേട്ടോ. കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് എന്നുള്ളത് അത് അത്രേ ഉള്ളൂ. എനിക്ക് ടൈറ്റിൽ ഇങ്ങനെ കുറെ പൊക്കി വെച്ചാലും എനിക്കറിയില്ല.
എനിക്ക് അങ്ങനത്തെ അങ്ങനെ വീഡിയോ കാണേണ്ട കാര്യമില്ല. അങ്ങനെ വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം കാണും, പിന്നെ നമ്മള് സബ്സ്ക്രൈബേഴ്സ് ഒന്നല്ല ആരാണെങ്കിലും ഇവരുടെ ആയിപ്പോടെ പറ്റി പിന്നെ വീഡിയോ കാണും. നട്ടു മുട്ടു അതുമാതിരി വെളുപ്പൊട്ടിയ ക്യാപ്ഷൻസ്. ഞാൻ അങ്ങനത്തെ കേറി നോക്കലല്ല. ഹലോ എക്സ്ക്യൂസ് മീ, സൂപ്പർ മാർക്കറ്റ് നമ്മള് പോയി കേക്ക് വാങ്ങിയ സ്ഥലം അതല്ലല്ലോ ഞാൻ ചോദിച്ചത്, സൂപ്പർ മാർക്കറ്റ് ആണ് ഞാൻ ചോദിച്ചത്. ഇതിപ്പോ ഏതങ്ങാടി? പൂവാട്ടുപറമ്പ്. ആ പൂവാട്ടുപറമ്പ് എത്തി. അതിന്റെ പെരുവയിലൊന്നും ഇല്ല. പെരുവായിലില്ല, പെരുവായി പേര് പോലെ തന്നെ ഒന്നുമേ ഇല്ല. കുട്ടിക്കാട്ടിലുണ്ടാവും ബസ്സിലൊക്കെ. ആ അവിടെ കുത്തുന്നത് ഇപ്പൊ കോഴിക്കോട്ടങ്ങാടി എത്താനായി പോയി കണ്ടോ ഇവിടെ കിഡ്സിന്റെ ഷോപ്പുകളുണ്ട്. ഭയങ്കര നമ്മള് ഭാരത് പെട്രോൾ പമ്പ് ഉണ്ട്. ഭാരത് പോയെന്നല്ലോ, പെട്രോൾ പമ്പ് അല്ലേ. ഞങ്ങൾ അവിടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഭാരത് പെട്രോൾ പമ്പ് എനിക്കറിയില്ല എവിടെയാ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് കാണിച്ചോണ്ട് പത്തുവാ. അപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു നമ്മളെ പെരുവായില് തന്നെ. നിങ്ങളവിടെ നിർത്തിയില്ല. പക്ഷെ അയാളതാ ഓടുന്നേ. അതാരാ? അതെന്താ സൂപ്പർ മാർക്കറ്റ്? അത് ലൈറ്റിന്റെ ഷോപ്പാണ്. അവിടെ കിട്ടുമോ സാധനം പച്ചക്കറിയൊക്കെ? എനിക്ക് പച്ചക്കറി ലക്കിപ്പന്റെ തൊള്ളിന്ന് പച്ചക്കറി കേൾക്കും. വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെ പോയി എങ്ങനെ കണ്ടു? ആ ഉണ്ടാവും സൂപ്പർ മാർക്കറ്റ് മെഡിക്കൽ കോളേജ് എത്തിയോടെ. വാർപ്പ് മെഡിക്കൽ കോളേജ് എത്തും പോയി എവിടെയാണോ വേണ്ട സൂപ്പർ മാർക്കറ്റ്? സൂപ്പർ മാർക്കറ്റ് എവിടെയാണോ? ഇതല്ലേ പറഞ്ഞു ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആരെങ്കിലും കമന്റ് ചെയ്യൂ. ലൈവ് അല്ലല്ലോ അത് കമന്റ് ചെയ്യാൻ പോത്തെ. വല്ലാത്തൊരവസ്ഥ ഇപ്പൊ. നിന്റെ കണ്ണില് കാണായിട്ടാണോ? അടിപൊളി അവിടെ നിക്ക് തന്നേ വണ്ടിന് മുന്നിക്ക് ചാടല്ലേ കുഴിമന്തി കണ്ട ഫലൂദ ഇപ്പൊ ഞാൻ മാന്തു മര്യാദക്ക് സൂപ്പർ മാർക്കറ്റ് അനച്ചോ കണ്ട വലിയ ഹോട്ടലുകളൊക്കെ നിങ്ങളെ നാട്ടിലിട്ടാ. എന്റെ കാര്യം ഡ്രൈവിംഗിലായി എന്റെ കാല് പൊക്കാൻ പറ്റില്ല, കാല് മണിക്കുന്ന ആ ഓനെ ആലോചിച്ചിട്ടാണ്. പഠിച്ചോരോ സൂപ്പർ മാർക്കറ്റ് ഇല്ലാത്ത സ്ഥലമാണ് ഈ കോഴിക്കോട്. നിങ്ങൾ എന്താ പറയിപ്പിക്കല്ലേ മക്കളെ? ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ അടിച്ചു പോയാ എന്റെ കണ്ണ് കാണാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് ചെറിയ പലചരക്കയുടെ ഏതെങ്കിലും നോക്കാതെ നടക്കും. അവിടുന്ന് കിട്ടുമോ സൂപ്പർ മാർക്കറ്റ്? എന്താണല്ലേ ഇവരിന്റെ നാണം കെടുത്തി ഗൈസ്. എന്റെ ബാസിക്കാർക്ക് ഇടയിൽ ഞാൻ നാണം കെട്ടിപ്പോയി. കിട്ടി കള്ളിച്ചാപ്പ് നല്ലൊരു കള്ളിച്ചാപ്പ് ഇവിടെ കിട്ടിയില്ലേ. ആ പിന്നെ എങ്ങനെ എടുക്കണ പോണിച്ച് ഇങ്ങനെ തിരിച്ചെടുത്തപ്പോ കാണും. അതാ ഒരു കാക്ക മുന്നിൽ ക്രോസ് എന്താണ് മനുഷ്യന്മാരെ കള്ളിച്ചാപ്പൊക്കെ തോന്നുന്നു. ആ അവന്റെ പോക്ക് കണ്ടിട്ട് അങ്ങനൊക്കെ തോന്നുന്നുണ്ട്. എന്റെ ബസ്സിലൊക്കെ എവിടെല്ലേ എവിടെ ലയ്യല്ലേ പറഞ്ഞ എന്റെ നാടല്ലത്. എന്റെ നാട്ടിൽ പോയാൽ ഞാൻ എന്റെ ഷോപ്പുകളൊക്കെ എനിക്ക് ഈ സ്ഥലങ്ങളെ പറ്റിട്ടൊന്നും വലിയ അറിവുകളൊന്നും ഇപ്പൊ അങ്ങനെയായി. ആദ്യം അങ്ങനെ ആദ്യം പെരുവയിൽ അങ്ങനെയാണ്, പെരുവയിൽ ഇങ്ങനെയാണ്. ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിക്കൂടെ? അടുത്ത സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടിയാ മതി. ബാസിക്കാക്ക് ഇതിനെന്താ ഒരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട്. ഇതിനല്ല സൈക്കോ സ്വഭാവമാണ്. ഞാൻ ആദ്യം നോർമൽ ആയിരുന്നു, ഇവിടെ കെട്ടിയിട്ട് ശേഷമാണ് സൈക്കോ ആയത്. ഞാൻ ആദ്യം സൈക്കോ ഇപ്പൊ നോർമലായി. അപ്പൊ ആ ബാധ കെട്ടി കിട്ടിയതാണ്. ഞാൻ വിചാരിച്ചപ്പോ ഇവിടെ ഉണ്ടാവും, ഇവിടെ കുറച്ച് ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട്. ഫർണിച്ചർ കിട്ടി, ABC ഫർണിച്ചർ അടക്കം ഫർണിച്ചർ. ഇത് അമരപ്പുറത്തോട്ടിയില് ചായ അടിക്കാൻ വേണ്ടി കയറിയ മാതിരിയാവും. പെങ്ങാട് ഫർണിച്ചർ, അടക്കി ഫർണിച്ചർ, ന്യൂ ഫർണിച്ചർ. എന്തുവാണ് ഇത്? ഞങ്ങളെ ലുലോക്കാസ്, ആലുക്കാസിന്റെ കോപ്പി ലുലോക്കാസ്. ഞാൻ ഇവിടുന്നാണ് ഗോൾഡൊക്കെ എടുക്കല്. ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് ഇല്ല. എന്നാ നമ്മള് ഹൈലൈറ്റ് മാളിൽ പോയാലും മിക്കറിഞ്ഞ് പോണ്ട. അത് ഏകദേശം അവിടെ എത്താനായി. പോയി എവിടെയോ ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഒക്കെ കൊറേ ഡയലോഗ് കിട്ടിയില്ലല്ലോ. നാളെ ഫർജുനും കൂട്ടി വയ്ക്കുവാ. ഇപ്പൊ ഫർജു പറഞ്ഞില്ലായിരുന്നു അതുപോലൊക്കെ ഇവിടുന്ന് വാങ്ങല് എന്നിട്ടൊരു വലിയ സൂപ്പർ മാർക്കറ്റ്. അതൊക്കെ എവിടെ? ഇല്ലേ മുന്നിൽ ഇരിക്കണത്? എനിക്ക് പറയും അന്നെന്തോ മെഡിക്കൽ ഷോപ്പിൽ നിർത്താൻ നമ്മള് ഇവിടെ അല്ലേ ഇങ്ങനെ കറക്കി കളിച്ചിരുന്നേ. അങ്ങനെ പോയാ പെട്ടെന്ന് അങ്ങോട്ട് എത്താം. മുകളിലോട്ട് സൂപ്പർ മാർക്കറ്റ് വലുതല്ലേ ഉണ്ടാവുക? കണ്ണൊക്കെ തുറന്നു നോക്കട്ടെ. ഇത്രയും നേരം കണ്ണ അടിച്ചാ കുത്തർന്ന്. ഇവിടെ ഇങ്ങനെ കുട്ടി കുട്ടി ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. കുട്ടി
ഫർണിച്ചർ മാത്രമല്ല, എനിക്കിപ്പോ തൽക്കാലത്തേക്ക് ഫർണിച്ചർ വേണ്ട. അതെ, ഫർണിച്ചർ വെച്ച് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂലല്ല. സോഫ മാള് അടുത്തത് സോഫ മാള്. ഇതൊക്കെ ഇവിടൊക്കെ ഫുള്ള് വാസിക്കാക്ക് ചൊറക്കാണ്. സൂപ്പർ മാർക്കറ്റ് കിട്ടി ഗൈസ്, സൂപ്പർ മാർക്കറ്റ് കിട്ടി. സൂപ്പർ മാർക്കറ്റ് കിട്ടി. സംതൃപ്തി. എനിക്ക് സൂപ്പർ മാർക്കറ്റ് കിട്ടി ഗൈസ്. സൂപ്പർ മാർക്കറ്റിന്റെ വാസിക്കാക്കനതിൽ അതും വലിയ സൂപ്പർ മാർക്കറ്റ്. ഞങ്ങളെ ഇതന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നത്. എത്ര കിലോമീറ്റർ പോകുന്ന പറഞ്ഞോള് വീടിന്റെ അവിടുന്ന് 5-10 കിലോമീറ്റർ വന്നിക്കണേ. ഓ ഇതല്ല അച്ഛ കുത്തേ കയറാൻ ഞാന് പോയിട്ടും പോയിട്ട് എത്തണില്ല, തിരിച്ചിട്ട് ആവണില്ല. ബാക്കിൽ മറ്റേ ഇത് കാല് കേൾക്കണ അല്ല, കാറ് നമുക്ക് തട്ടുമ്പോ നിർത്താം. ബസ്സില്ല പഞ്ചായത്ത് നോക്കാട്ടാ. ഫാത്തിമ ഓളാള് ശരിയില്ല. പാടല്ല മോനെ, ദൈവ ചെയ്ത് നിങ്ങളെ പാടല്ല. ഞാൻ ഇവിടെ നിക്കണതിന്റെ സന്തോഷത്തിന്റെ ആരവമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ. ബാസിക്കൊക്കെ പാട്ട് വരെ ഏത് ഫാത്തിമനാണാവോ ഉദ്ദേശിച്ചത് നിക്കാൻ അറിയാം. നോക്കണ്ടോണ്ണി, ഒറ്റ ഫാത്തിമയുള്ളൂ, ഒറ്റ പാത്തേ ഉള്ളൂ. ആവശ്യം മക്കളെ, എനിക്കിനി കിടന്നുറങ്ങിയാലും വേണ്ടില്ല. കാഞ്ചനമാലത്തെ ഡയലോഗ് ആലോചിച്ചിട്ട് കിട്ടണു. കൊട്ട ഇരവഴഞ്ഞു അതന്നല്ലേ ഇരുവഴിഞ്ഞിപ്പുഴ. ആ പുഴയിലെ ആ പുഴയാണ് ആ പുഴയാണ് അവരുടെ പ്രണയത്തിന്റെ മാതൃക. അതാണ് അതിലോ പറയണത്. വാസിക്കൊക്കെ ഡ്രൈവിംഗ് തീരാറില്ല. ഒന്ന് മാറിക്ക്, ഞാൻ അവിടെ ഇരിക്കട്ടെ. ശരി നേരത്തെ പിന്നെ അടുത്തന്നെ മെഡിക്കൽ കോളേജ് ഉണ്ട്, അവന് ബേജാറില്ല. അയാൾ പോയിക്കോട്ടെ, ഒരാൾക്ക് വയ്യാത്ത സുഖമില്ലാത്ത മനുഷ്യനാ. ഗൈസ്, ഞാൻ എന്റെ സൂപ്പർ മാർക്കറ്റ് കാണിച്ചു തരാം. എന്റെ സൂപ്പർ മാർക്കറ്റ് ഞാൻ ഇവിടെ ഒരു വാടക കൊടുത്തു. അതെ അതെ, വാഗൺ അല്ലേ, വാഗൺ മാർട്ട്. അതന്നെ വാഗൺ മാർട്ട്. നിർത്തിയിട്ടുള്ള പ്രൈസ്. ഓ, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ട് ഇവിടെ. കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, കണ്ടോ കണ്ടോ എപ്പോഴെങ്കിലും ഒന്ന് കഴുകണം ചങ്ങായി. കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. ഇന്റെ അറിവിൽ എനിക്ക് അറിയുന്ന കുറച്ച് സാധനങ്ങൾ വീട്ടിലില്ലാത്ത ഏതൊക്കെയാന്ന് അറിയില്ലല്ലോ, ഒന്നും അറിയില്ല. അപ്പൊ നമ്മളൊരു കാര്യം തീരുമാനിച്ചു, കുറച്ച് സാധനങ്ങളായിട്ട് ബാക്കി ഉമ്മാനും കൂട്ടിട്ട് തന്നെ വന്നിട്ട് അപ്പം ഞാനിനി കുറച്ച് മാത്രമല്ല, ഉമ്മ അങ്ങനെ വല്ലാതെ പുറത്തിറങ്ങാത്ത ഒരാളാണ്. നമ്മൾ എപ്പോഴേലൊക്കെ ആയിട്ട് വരുമ്പോ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. അപ്പൊ ഒന്ന് നമ്മള് തുണ്ടിനും കൂട്ടിട്ട് പുറത്തു പോകും. ഓക്കെ, തുണ്ട് എന്ന് പറഞ്ഞ ഉമ്മാന്റെ സോറി ജുബിന്റെ ഉമ്മാന്റെ ഇരട്ട പേരാണ് കേട്ടോ. എനിക്ക് അവിടെ വന്നപ്പോഴാണ് ഒരുപാട് ഹാപ്പി ചെയ്തിട്ട് ഈ സാധനം കിട്ടി. എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ആണ് ബവാരിയന്റെ മാംഗോ പാഷൻ പറഞ്ഞിട്ടുള്ള ഫ്ലേവർ കേട്ടോ. ഈ ഫ്ലേവർ എനിക്ക് എപ്പോഴും കിട്ടലില്ല, അപ്പൊ അതെനിക്ക് കിട്ടി. അതും ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടി. സൂപ്പർ മാർക്കറ്റിൽ ഇതൊക്കെ കിട്ടലൊക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴെങ്കിലും ഈ മാംഗോ പാഷൻ എന്നുള്ള ഫ്ലേവർ മാത്രമേ ഞാൻ ഇത് കുടിക്കലുള്ളൂ. വേറെ ഏത് കുടിക്കലില്ല, വേറെ ഏതെങ്കിലും ഇഷ്ടമല്ല. പിന്നെ അപ്പൊ ഇത് കിട്ടി, അപ്പൊ അതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഈ നമ്മളിപ്പോ ഒരാളെ കുറ്റിക്കാട്ടൂരാണ് കേട്ടോ. ഇവിടെ പെരുവഴിയിലൊന്നുമില്ല, നമ്മളെ പെരുവായിലൊക്കെ ഉണ്ട്. എന്തായാലും നമ്മള് തൊണ്ടിനും കൂട്ടിട്ട് ആദ്യം അവിടെ എത്തട്ടെ, തൊണ്ടിനും കൂട്ടിട്ട് നമുക്ക് പുറത്തു പോകാം. ഓക്കെ, ഞങ്ങൾ അവിടെ എത്തിയിട്ട് ബാക്കി പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അത് ഇത് സ്വയം തന്നെ
ഇതാട്ടാ ഇതാണ് വളർന്നു വരുന്ന ജുബി. ഓക്കെ, ജുബിന്റെ അതേമാതിരി ഉണ്ടാവും. ജുബിന്റെ ഫോട്ടോ സ്റ്റാറ്റാണ്. അതൊക്കെ നാളെ ഇനി അടുത്ത വ്ളോഗിൽ ഞാൻ കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. കണ്ടാ എന്റെ അമ്മനെയും കൂട്ടി വന്നിട്ട് പാവം ഉമ്മ ഇവിടുത്തെ സാധനം വാങ്ങാൻ കേട്ടോ. ഞാൻ പിന്നെ അതിന്റെ ഉള്ളിൽ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത്. ലാസിയാക്ക യെസ്, ഇതിന്റെ ഉള്ളിൽ ധാരാണ്ട് എല്ലാരും ഉണ്ട്. നെന്നേടെ എല്ലാവർക്കും പറഞ്ഞു നിന്നെ ആരെ കുട്ടിയാ? എന്നെ ആരെ കുട്ടിയാ? ദീദി കുട്ടിയാണല്ലോ. കൊടുക്കലാണോ? എന്റെ കുട്ടിനെ വേനാക്കിയാണ്ടല്ലോ. രണ്ടിനെയും പിടിച്ചിട്ട് ഞാൻ വലിച്ചെറിയോ. കണ്ടപ്പടെ കണ്ടോ ബസ്സിക്കാർക്ക് ഇപ്പൊ എന്നെ വേണ്ട. ആരുട്ടി ആരുട്ടി അപ്പൊ എനിക്ക് കൊണ്ടുവന്ന മുട്ടായൊക്കെ ഞാൻ കൊണ്ടുപോവല്ലേ? അല്ല ആ ഒന്ന് തെളിയിക്കണോ? ആരുട്ടിയാണ്? ആരെ പറയേ പറയണേ പറയേ. അപ്പൊ ഓൾക്ക് അങ്ക് മുട്ടായില്ല കേട്ടാ. അങ്ക് എന്റെ ഉടുപ്പൊക്കെ കൂടെ വന്നാളിട്ടാ. ഓ പിന്നെ എന്റെ വാസികാക്ക വാങ്ങി തന്നാ എനിക്ക് വാങ്ങി തരില്ലേ നെന്നുന്? ഞാന് ഇപ്പൊ വാങ്ങി കൊടുക്കും. കാരണം എനിക്ക് നെന്നുന് മുട്ടായാണ്. ഇപ്പൊ വേണം പറയില്ല. കണ്ടോ നെന്നുന് ഞാൻ വീട്ടിലെത്തിയിട്ട് ഫ്രിഡ്ജിന് മുട്ടായി തരാട്ടോ. ഓൾക്ക് കൊടുക്കൂല. പാചാക്ക വാങ്ങിയ ഐസ്ക്രീമാണ്. നെന്നുന് വാങ്ങിയത് അല്ല നെന്നുവാ? കഴിഞ്ഞ് ഉമ്മ ബില്ലാക്ക. അപ്പൊ ഞാനൊന്ന് സെറ്റ് ആക്കട്ടെ. തന്നെ രണ്ടെണ്ണം എടുത്തോളെ. എനിക്കാണ്ട നെന്നൂന് എടുത്താളെ. അപ്പൊ ഞങ്ങൾ ഇനി ബാക്കി വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിൽ തിരിച്ചെത്തിട്ടോ. അപ്പം ജുബിന്റെ ഉമ്മ ഇതുവരെ സിൽവർ ബട്ടൺ കണ്ടിട്ടില്ല. സിൽവർ ബട്ടൺ നമ്മൾ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ, പൊട്ടിക്കുമ്മ. ഒരു വട്ടം പൊട്ടിച്ചതാണ്, എന്നാലും നമ്മള് പൊട്ടിച്ചു. അതെ, ഈ ഒരു അഭിമാന നിമിഷത്തിൽ ഉമ്മാക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം നമുക്ക് ഈ സിൽവർ കൊണ്ട് പണയം വെക്കല്ലേ? അത് കഴിഞ്ഞിട്ട് ഗോൾഡും കൂടി വരുമ്പോ അത് പണയം വെക്കാം. ജുബി പറഞ്ഞു മനോട് ഇത് ഒറിജിനൽ സിൽവറാണ്, ഇത് വിറ്റ പൈസ ഇട്ടെന്ന് പറഞ്ഞു. അത് അത്രക്ക് പാവാണ്ടോ ജുബിന്റെ അമ്മ. പെട്ടെന്ന് വിശ്വസിക്കും, എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. വെറും പാവാണ്. ആ നെന്നുന്റെ ആഗ്രഹം അല്ല. പിടിച്ചോ. അത് സിലേറ്റ് അല്ല കേട്ടാ, നഴ്സറി കൊണ്ടുപോകാൻ പറ്റൂല. ഓക്കെ, ഓക്കെ. അപ്പൊ ബാക്കി ഇനി വരുന്നുള്ള വ്ളോഗൊക്കെ ജുബി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആര് ഏത് അതെടുക്കണേ? മാമിന്റെ ചോദ്യം. എന്ത് മാമി? ഇതാണ് സിൽവർ ബട്ടൺ മാമി. അമ്മ എത്ര മാസം കഴിഞ്ഞിട്ടോ ജുബിന് വരുള്ളൂ? ഉറപ്പാ? വീഡിയോയിൽ നിങ്ങൾ മോള് വീഡിയോ തുടങ്ങിയപ്പോ പറഞ്ഞത് 2 ദിവസം അറിയോ? തെളിവുണ്ട്, വീഡിയോയില് തെളിവുണ്ട്. ഈ 2 ദിവസം എന്റെ അമ്മാനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. ആ ശരി, എന്നാല് അത് നമുക്ക് കാണാം. ഈ എത്ര ദിവസം കൂടെ നിൽക്കും നമുക്ക് കാണാലോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് പോവാം. അതാ മാമി ഫുള്ള് ടെററായി. സംഭവം ചുപ്പി 1-2 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ വരുന്നത് കേട്ടോ. അല്ല, ലാസ്റ്റ് നമ്മള് വ്ളോഗ് എടുത്തിട്ട് കുറെ ആയില്ല. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അത് എന്ത് വ്ളോഗാണെന്നൊന്നും പറയില്ല. ഓക്കെ, അടുത്ത വ്ളോഗിൽ അടിപൊളി വ്ളോഗ് നിങ്ങൾ ഓക്കെ.